അങ്ങനെ നമ്മൾ ഇലസ്ട്രേഷൻ 9 വരെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സോ വി ആർ ഗോയിങ് ഫോർവേഡ് ടു ഇലസ്ട്രേഷൻ 10 ആൻഡ് 11, 12. ഓക്കെ, സോ 10ന്റെ ഇലസ്ട്രേഷൻ ഓൾസോ നമുക്ക് എന്തായിട്ട് വെക്കാൻ പറ്റുന്നതാണ്? ഇലസ്ട്രേഷൻ 10ഉം നമുക്ക് ഒരു LDR ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. LDR ക്വസ്റ്റ്യൻ എന്താ? ലാസ്റ്റ് ഡേ റിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് ടൈം വേസ്റ്റിംഗ് ഒന്നും വേണ്ട, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? Inventory taking for the year ended 31st March 2022 was completed by 10th April 2022. 10th April 2022. അപ്പം ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ്. 31st മാർച്ചിനല്ല നടന്നേക്കുന്നത്, അതിന് പകരം 10th April 2022 നടക്കുന്നത്. The valuation of inventory which show a inventory figure of 16,75,000. So at cost ആണ്. അതാണ് മെയിൻ ആയിട്ട് എല്ലാരും തെറ്റിക്കാൻ പോകുന്നത്. കോസ്റ്റ് വായിക്കേണ്ട അടുത്ത് കോസ്റ്റ് വായിക്കൂല. സെയിൽ വരേണ്ട അടുത്ത് അത് ഭയങ്കര മിസ്റ്റേക്കാ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നല്ല പോലെ ശ്രദ്ധിക്കണം ഈ ഒരു പോയിന്റ്. ഇതാ ഈ ഒരു സാധനം അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കുറെ ക്വസ്റ്റ്യൻസ് തരാം. ആദ്യം കോസ്റ്റ് പറയും, പിന്നെ സെയിലിലേക്ക് വരും, പിന്നെ കോസ്റ്റ് പറയും, പിന്നെ സെയിൽ. ഇപ്പൊ നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യും? ആ മിസ്റ്റേക്ക് അവിടെ വരുത്തി വെക്കും. സോ അത് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഓൺ ദി കംപ്ലീഷൻ ഡേറ്റ് എന്ന് വെച്ചാൽ കംപ്ലീഷൻ ഡേറ്റിൽ നമുക്ക് 16,70,000 രൂപയുടെ സാധനമാണ് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ആൻഡ് ടിൽ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഇൻവെന്ററി ടേക്കിംഗ്. അങ്ങനെ ആഫ്റ്റർ ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ എന്ത് 31/3 ശേഷം ടിൽ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഇൻവെന്ററി, അത് എപ്പോഴാ? 10th April 2022. ഓക്കെ, സെയിൽസ് ഫോർ ദി നെക്സ്റ്റ് ഇയർ വാസ് മെയ്ഡ് ഫോർ 68,750. എത്രയാ പറയുന്നത്? സെയിലാണ് 68,750. സോ നിങ്ങളോടുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ സെയിൽ വാല്യൂ ആണോ ഇൻവെന്ററി ടേക്കിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടത്, ഓറൽസ് ഞാൻ കോസ്റ്റ് ആണോ കൺസിഡർ ചെയ്യേണ്ടത്? സെയിൽ വാല്യൂ ആണോ കോസ്റ്റ് ആണോ? നമുക്ക് കോസ്റ്റാ വേണ്ടത്. നമ്മൾ എന്താ നോക്കുന്നത്? സെയിൽസ് എടുക്കുന്നതിന് പകരം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നമ്മൾ എത്ര രൂപയുടെ സാധനമാണോ വിറ്റത് എന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. ശരിയല്ലേ? അപ്പൊ സെയിലിൽ നിന്ന് എനിക്ക് കോസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് പറ. സെയിലിൽ നിന്ന് കോസ്റ്റിലോട്ട് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ചെയ്താലല്ലേ എനിക്ക് കോസ്റ്റിലേക്ക് എത്തുള്ളൂ. യെസ് ഓർ നോ? യെസ് അല്ലെ? സോ ആ ഒരു കേസില് ഇവിടെ എന്താ പറയുന്നത്? എന്റെ കയ്യില് 68,750 സാധനങ്ങൾ ഞാൻ വിറ്റായിരുന്നു. അത് സെയിൽ വാല്യൂ ആണ്. 68,750 മൈനസ് ഇവിടെ പറയാണ് 33% ഓൺ കോസ്റ്റ് ആണ്. എന്ത്? പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. കണ്ടോളെ, പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ബീങ് 33% ഓൺ കോസ്റ്റ്. നമ്മുടെ വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? സെയിലിലേക്ക്. സോ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യണം. പ്രോഫിറ്റ് മാർജിൻ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ആ ഒരു കേസില് നോക്കാം. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? സെയിലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. കോസ്റ്റ് എത്രയാണ് കിടക്കുന്നത്? കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 33.333% ആണ്. സോ ഇത് സെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെയാ നമ്മൾ പഠിച്ചേ? നിങ്ങൾ എങ്ങനെയാ പഠിച്ചേ? പറ, ഈസി ആയിട്ട് പറ, ഈസി പീസി ആയിട്ട് പറ. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ, റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്ന്. ഇങ്ങനത്തെ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടോ? കോസ്റ്റ് സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ ആ ഒരു കേസില് നമുക്ക് ഇവിടെ എത്രയുള്ളത്? 1/3 ആണ് 33.333% എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണോ അല്ലേ? ആണ്. സോ ആ ഒരു കേസില് നമുക്ക് എന്ത് പറയാം? 1/3 പ്ലസ് 1 is equal to 1/4 which is equal to 25% ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് സെയിലിലെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്, സെയിൽ വാല്യൂലെ പ്രോഫിറ്റ് മാർജിൻ. സോ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ വീഡിയോന്റെ നേരെ താഴെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണാൻ പറ്റും പ്രോഫിറ്റ് കൺവേർഷനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് അതിലേക്ക് നോക്കാം. ദെൻ കം ബാക്ക് ടു ദിസ് പാർട്ട്. ഓക്കെ അല്ലേ? ഇത് മിക്കവാറും ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയത്, എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നേരെ വീഡിയോന്റെ താഴെ ഉണ്ട്, അത് കാണാം. ദെൻ കം ബാക്ക് ടു ദിസ്.
ഓക്കെ അല്ലേ? കേടാൻ. സോ തിരിച്ചു വരാം. സോ 68750 25% നമ്മൾ എടുക്കണം. 68750 into 25%, that is equal to 17187.5. എത്ര പറയുന്നത്? 17187.5. ഇതാണ് നമ്മുടെ എന്ത് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് കുറക്കണം ഏതിൽ നിന്ന്? ആ പറഞ്ഞ 68750 നിന്ന് ആ പ്രോഫിറ്റ് കുറച്ചിട്ട് ആ കോസ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ ക്ലിയർ ആക്കി. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാണ്. പർച്ചേസ് ഫോർ ദ ഇയർ എൻഡ്. Purchase for the next year included the inventory amount to 90,000 at cost less trade discount at 10%. പർച്ചേസ് ഉണ്ട്. പർച്ചേസ് എത്രേന്റെ ഉള്ളത്? പർച്ചേസ് വന്നിരിക്കുന്നത് 90,000 ആണ്. പക്ഷെ അതിൽ ടി ഡി ഉണ്ട് അറ്റ് 10%. സോ അതും കൂടെ കുറക്കുമ്പോൾ നമുക്ക് എത്ര വരും? 81,000 പർച്ചേസ് വരും. സോ ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് എന്ത് ചെയ്യണം? പർച്ചേസ് മൈനസ് ചെയ്യണം. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കേസിലോ? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കേസിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൺ. ഇനി അടുത്ത പറയാണ്, ഡ്യൂറിംഗ് ദ പീരീഡ് ഗുഡ്സ് വർ ആഡഡ് ടു ഇൻവെന്ററി അറ്റ് ദി മാർക്കറ്റ് പ്രൈസ്. കണ്ടോ? ഡ്യൂറിംഗ് ദ പീരീഡ് ഗുഡ്സ് വർ ആഡഡ് ടു ഇൻവെന്ററി at the markup price of rupees 3,000 in respect of sales return. എന്താ പറയുന്നത്? സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട് എത്ര രൂപക്ക്? 3000 രൂപയുടെ. സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട് എത്ര രൂപയുടെ? 3000 രൂപയുടെ. സോ നമുക്ക് ഇങ്ങനെ ചെയ്യും നോക്കി നോക്കാം. സെയിൽസ് റിട്ടേൺ ആണ് പറയുന്നത്. സെയിൽസ് റിട്ടേൺ ആണ് പറയുന്നത്. എത്ര രൂപയുടെ പറയുന്നത്? 3000. നമുക്ക് ഈ 3000 രൂപ തന്നെയാണോ ആഡ് ബാക്ക് ചെയ്യേണ്ടത്? ഓർ ഇതിന്റെ കോസ്റ്റ് കണ്ടെത്തണോ? ഇത് സെയിൽ റിട്ടേൺ ആണ്, സെയിൽ വാല്യൂലാണുള്ളത്. നമുക്ക് എത്ര പെർസെന്റേജ് ആയിരുന്നു പ്രോഫിറ്റ് മാർജിൻ? 25% ആണ്. ഇതിന്റെ 25% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 750 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ ടോട്ടല് 2250 നമ്മൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്യും. ഈ 25% എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെ ഈ പെർസെന്റേജ് കണ്ടെത്തിയില്ലേ? അവര് പറയുന്നത്, അവര് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എന്ത്? ഇവിടെ നോക്ക്. അവര് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് പ്രോഫിറ്റ് മാർജിൻ ബീങ് 33% ഓൺ കോസ്റ്റ്. പ്രോഫിറ്റ് മാർജിൻ ബീങ് 33% ഓൺ കോസ്റ്റ്. അതേപോലെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ ഓർമ്മ വന്നത്. നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി വേണം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം അവര് പറയുന്നത് കോസ്റ്റിന്റെ 33% പ്രോഫിറ്റ്. സപ്പോസ് ദി കോസ്റ്റ് ബി, ലെറ്റ് ദി കോസ്റ്റ് ബി 100. പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33.333%. ഓക്കെ, അപ്പോ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ നമുക്ക് സെയിൽ വാല്യൂ. അതെ, സെയിൽ വാല്യൂ ഇസ് ഈക്വൽ ടു 133.333 റുപ്പീസ്. ഓക്കെ അല്ലേ? ഇനി പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട്, സെയിൽ വാല്യൂവിലെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അടുത്ത കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. സോ ആ കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ? പ്രോഫിറ്റ് പെർസെന്റേജ് അല്ല കണ്ടെത്തണ്ടേ? അത് ഏതിന്റെ അടിയിൽ? സെയിൽ വാല്യൂല്. സെയിൽ വാല്യൂ ഇൻറ്റു 100 which is equal to 33.33 divided by 133.33 into 100 which is equal to, അടിച്ചോക്ക്, 33.33 divided by 133.33 into 100. നിങ്ങൾക്ക് കറക്റ്റ് 25% കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ 24.9998 സംതിങ് ഒക്കെ ആണെങ്കിലും അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 25ലേക്ക് തന്നെ വരും. ഓക്കെ അല്ലേ? ഇതാണ് അനദർ വേ ഓഫ് ഫൈൻഡിങ്. ഓക്കെ, എങ്ങനെയാണ് ഈ 25% കിട്ടി എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഇനി അവിടെ നിന്നിട്ട് അടുത്ത അടിപൊളി അഡ്ജസ്റ്റ്മെന്റ് ആണ്. അടിപൊളി. ആഫ്റ്റർ ഇൻവെന്ററി ടേക്കിംഗ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ സർട്ടൻലി വെരി ഓൾഡ് മൂവിംഗ് ഐറ്റം കോസ്റ്റിംഗ് എത്ര? 11250 at which should be taken at 5250. അവര് പറയാണ് 11,250 11,250 റുപ്പീസിന്റെ ഒരു സ്ലോ മൂവിംഗ് ഗുഡ്സ് ഉണ്ടായി. അത് ഇപ്പം റീവാല്യൂ ചെയ്യണം. എത്രയിലേക്ക്? ദാറ്റ് ഷുഡ് ബി ടേക്കൺ അറ്റ്. എത്ര പറയുന്നത്? ടേക്കൺ അറ്റ് ആണ് പറയുന്നത്. ടേക്കൺ അറ്റ് എന്ന് പറഞ്ഞാൽ 5,250 രൂപയാണ്
ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ ഒരു കേസിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്. 11 അത് പറയാണ് 11,250 രൂപയുടെ സാധനം 5,250 രൂപയിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ അവിടെ എത്ര രൂപയുടെ ലോസ് ആണ് വരുന്നത്? 6,000 രൂപയുടെ ലോസ് വരുന്നുണ്ട്, റിഡക്ഷൻ. സോ നമുക്ക് എന്ത് പറയാം? ഡൗൺവേർഡ് റീവാലുവേഷൻ എന്ന് വേണേൽ പറയാം. ഡൗൺവേർഡ് റീവാലുവേഷൻ. ഓക്കെ, 6,000 രൂപ നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലടാ? സിമ്പിൾ ആയിട്ട് മതി. എടാ നമുക്ക് എന്താണോ വേണ്ട അതിന്റെ പക്കാ കോൺസെപ്റ്റൽ ക്ലാരിറ്റി തരുന്നത്. 11,250 രൂപയുടെ സാധനം ഇപ്പൊ എത്രനെ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ? 5,250 വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. സോ ആ ഒരു കേസിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ആ വരുന്നത്? 6,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ഡൗൺവേർഡ് റിവാലുവേഷൻ ആണ്. സോ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഡ്യൂ ടു ഹെവി ഫ്ലഡ്, ഡ്യൂ ടു ഹെവി ഫ്ലഡ് എന്താ പറയുന്നത്? certain goods costing 15,500 കോസ്റ്റിംഗ് ആണ്, മാറിപ്പോണ്ട. സെയിൽ വാല്യൂ അല്ല, കോസ്റ്റിംഗ്. ശരിക്കും നോക്ക, കോസ്റ്റിംഗ് ആണ്. ഓക്കെ അല്ലേ? കോസ്റ്റിംഗ് 15,500 were received from the supplier beyond the delivery date of customer. Beyond the delivery date of customer. എടാ 15 നീ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ വരച്ച് കാണിച്ചു തരാം. This requires time. എനിക്കൊരു സപ്ലയർ ഉണ്ട്, എനിക്കൊരു സപ്ലയർ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി മിസ്റ്റർ എ. ആൻഡ് ഇവിടെയാണ് ഞാൻ വരുന്നത്. ഇതാരാ? മീ, മിസ്റ്റർ മീ. ഇനി ഇവിടെയാണ് എൻ്റെ ആര് വരുന്നത്? കസ്റ്റമർ വരുന്നത്. ഓക്കെ അല്ലേ? മിസ്റ്റർ കസ്റ്റമർ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇത് ഈ ഒരു ചെയിൻ ആണ് വരുന്നത്. സോ ഇവിടെ ഈ സ്ഥലത്ത് സപ്ലയറിന്റെ സ്ഥലത്ത് എന്ത് പറ്റി? ഫ്ലഡ് ആയിരുന്നു. സപ്ലയറിന്റെ സ്ഥലത്ത് ഫ്ലഡ് ആയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നോക്കി നോക്ക്. ഡ്യൂ ടു ഹെവി ഫ്ലഡ് certain goods costing 15,015 were received from the supplier beyond the delivery date of customer. ദാ ഇവിടെ മൊത്തം ഫ്ലഡ് ആയിട്ട് എടുക്കണം. സോ എനിക്ക് സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടുമ്പം എന്തായി? ഡിലേ വന്നു. പക്ഷെ ഡിലേ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഈ പുള്ളിക്ക് കൊടുക്കേണ്ട ദിവസം, സപ്പോസ് നമുക്ക് ദിവസങ്ങളിൽ പോവാം. 10th of April ആയിരുന്നു കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. 10th of April. ബട്ട് എനിക്ക് സാധനം കിട്ടിയത് 12th of April ആണ്. സോ ഇതുകൊണ്ട് എന്താ പ്രശ്നം? പ്രശ്നം എന്താ? പ്രശ്നം പറഞ്ഞുതരാം. 12th of Aprilനാണ് സാധനം കിട്ടിയത്. 10th of Aprilനായിരുന്നു ഞാൻ എന്ത് ചെയ്യേണ്ടത്? കസ്റ്റമറിന് സാധനം കൊടുക്കേണ്ടത്. സോ ആ ഒരു കേസിൽ അവര് പറയാണ് ആസ് എ റിസൾട്ട് കസ്റ്റമർ റെഫ്യൂസ്ഡ്. എന്താ പറയുന്നത്? ആസ് എ റിസൾട്ട് കസ്റ്റമർ റെഫ്യൂസ് ടു ടേക്ക് ഡെലിവറി and net realizable value of the good was estimated to be 12,500 on 31st March. എടാ ഞാൻ കൊടുക്കേണ്ട ദിവസത്തിനുള്ളിൽ കൊടുക്കാത്തത് കൊണ്ട് ഈ കസ്റ്റമർ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞ അത് കിട്ടേണ്ട സമയത്ത് കിട്ടണം. അത് കിട്ടിയില്ലേ എനിക്ക് നിങ്ങളുടെ സാധനം വേണ്ട. എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ എന്താക്കി? ഫുൾ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു എനിക്കെന്ത് വേണ്ട? സാധനം വേണ്ട, അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോന്നുള്ളത്. ഓക്കെ അല്ലേ? അത് തിരിച്ചു കൊണ്ടുപോയിക്കോന്ന് അവര് പറയാണ്. സോ നമുക്ക് സാധനം കിട്ടുമ്പം എത്രയായിരുന്നു? 15,500 ആയിരുന്നു. ബട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ലാസ്റ്റ് 31st മാർച്ചിൽ വാല്യൂ ചെയ്തപ്പം 15,500 നിന്ന് 15,500 നിന്ന് അത് എത്രയിലേക്ക് മാറി? 12,500 മാറി. എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ കുറവ് വന്നു? 3,000 റുപ്പീസിന്റെ കുറവ് വന്നിട്ടുണ്ട്. സോ ആ 3,000 റുപ്പീസ് ഈ രണ്ടിൽ നിന്നും 15,500 നിന്നും ഈ 12,500 നിന്നുള്ള 3,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഈസി പീസി. അതിന്റെ കമ്പ്യൂട്ടേഷൻ നോക്കാലോ എങ്ങനെയൊക്കെയാ? ആൻസേഴ്സ് നോക്കിക്കോ. നമ്മൾ ആദ്യം പറഞ്ഞു വാല്യൂ ഓഫ് ഇൻവെന്ററി ആസ് ഓൺ 10th April എന്ന് പറയുന്നത് എത്രയാണ്? 16,75,000 ആണ്. നമ്മൾ ആദ്യം തന്നെ കാണിച്ചു 16,75,000. ഓക്കെ, രണ്ടാമത്തെ കേസ് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേ? ഈ 68,750-ൽ
33% ഓൺ കോസ്റ്റ് പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. സോ അതും കുറച്ച് 25% കുറക്കുമ്പം ഇതാ 68750 മൈനസ് 17190 എത്ര തന്നു? 51560 ആണ്. ഈ 51560 എന്താണ്? ഈ 51560 എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ അല്ലടാ? ഓക്കെ. ഇനി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫോർ ദി നെക്സ്റ്റ് പീരീഡ്. നമ്മൾ എത്രയായിരുന്നു പർച്ചേസ് ഉണ്ടായത്? 90,000 ആയിരുന്നു. മൈനസ് 10% വിച്ച് ഇസ് ഈക്വൽ ടു 81,000 മൈനസ് ചെയ്യും. ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സെയിൽ ആണെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ വന്നത് 3000 റുപ്പീസിനാണ്. പക്ഷേ 3000 റുപ്പീസിൽ മാർക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ ഓൾറെഡി പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ മൈനസ് 25% അടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2250 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതും നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഓക്കെ അല്ലേ? അത് നമ്മൾ മൈനസ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? സെയിൽസ് റിട്ടേൺ മൈനസ്, സെയിൽസ് പ്ലസ്, പർച്ചേസ് മൈനസ്, പർച്ചേസ് റിട്ടേൺ പ്ലസ്. ഇതെന്തെല്ലാം കൊണ്ടാണ് ഞാൻ ഇല്ലസ്ട്രേഷൻ 9 എടുത്തപ്പോൾ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് സ്ലോ മൂവിംഗ് ഗുഡ്സ്. ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് സ്ലോ മൂവിംഗ് ഗുഡ്സിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ? 11,250 ആയിരുന്നു. ബട്ട് ഇപ്പൊ അത് എത്ര വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ? 5250 വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ 6000 നമുക്ക് ലോസ് ഓൺ റീവാലുവേഷൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഇനി അതേപോലെ തന്നെ റിഡക്ഷൻ ഇൻ വാല്യൂ ഓൺ അക്കൗണ്ട്. നമ്മുടെ സൈഡിൽ നിന്നുണ്ടായ ഡിഫോൾട്ട് കാരണം കസ്റ്റമർ അത് ബെയർ ചെയ്യൂല എന്നും പറഞ്ഞ് ആ ഗുഡ്സ് വേണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളയലില് നമുക്ക് ഉണ്ടായിരുന്ന എത്ര രൂപ? 15,500 നിന്ന് നേരെ എത്രയിലേക്ക് വന്നു? 12,500 വന്നു. എന്ന് പറഞ്ഞാൽ 3000 റുപ്പീസ് അതെന്താക്കി? 3000 റുപ്പീസും കൂടെ മൈനസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ദി ഫൈനൽ ആൻസർ വിൽ ബി 16,34,310. ഇതാണ് എന്റെ എന്തായിട്ട് വരാം? ക്ലോസിംഗ് ഇൻവെന്ററി ആസ് ഓൺ ക്ലോസിംഗ് ഇൻവെന്ററി ആസ് ഓൺ 31/3 മാർച്ച്. പ്രോഫിറ്റ് മാർജിൻ മറ്റേ തന്നേക്കുന്നതാണ്. പ്രോഫിറ്റ് മാർജിൻ 33% ഓൺ കോസ്റ്റ് മീൻസ് 25% ഓൺ സെയിൽ പ്രൈസ്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതി കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നിതും പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഞാനിപ്പം ഇതിന്റെ അടിയിൽ ഒരു വീഡിയോ ഉണ്ടാവും, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇനി നേരെ ഇലസ്ട്രേഷൻ ലെവലിലേക്ക് പോവാം. സോ അതിന്റെ ഇടയായിട്ട് ഒരു ചെറിയൊരു മിനിറ്റ് എനിക്കൊന്ന് ചാർജ് ഒന്ന് കണക്ട് ചെയ്യണം. അതുവരെയുള്ള ഒരു ചെറിയ ടൈം ഉണ്ട്. മിനിറ്റ്.